ഹലോ, രാവിലെ തന്നെ ഇതെന്താ പരിപാടി? ആ, ഉള്ളി നേരാക്കലാണ് സംഭവം. ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവില്ലേ? ശരിയാ, ഇന്ന് സൺഡേ സ്പെഷ്യലല്ലേ. സൺഡേ ഞങ്ങൾ ചെറുതായിട്ട് ചില സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് വേറെ ഒന്നുമല്ല, ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളി നേരാക്കലാണ് ഇപ്പോൾ. കുഞ്ഞാപ്പിയാണെങ്കിൽ എന്നും ഇല്ലാത്തൊരു കുറുമ്പാണെന്ന്, പിന്നാലെ നിന്ന് വിടുന്നതേ ഇല്ല. എന്നാലും കുറേയൊക്കെ സെറ്റാക്കാൻ നോക്കുന്നുണ്ട്. ആദ്യം ഞങ്ങൾ എല്ലാം അരിഞ്ഞ് ശരിയാക്കി വെക്കും കേട്ടോ, ഉപയോഗിക്കാനുള്ള സാധനങ്ങളൊക്കെ. അതിൻ്റെ ഒരു എഫക്റ്റാണ് ഈ കാണുന്നത്, ഉള്ളി അരിഞ്ഞതിൻ്റെ കണ്ണുനീര്. അയ്യോ, അങ്ങനെ ഉള്ളിയൊക്കെ ശരിയാക്കി. പിന്നെ ദേ എല്ലാം ഉള്ളിയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചോറ് അരിക്കുള്ള അളവും എല്ലാം ഞങ്ങൾ അരിഞ്ഞു വെച്ചു. കാരണം പിന്നെ അതിന് നിൽക്കണ്ടല്ലോ. പിന്നെ ചിക്കൻ കഴുകി ഊറ്റി അതിൽ പൊടികളൊക്കെ ഇട്ട് വെച്ച്, പിന്നെ അരി വെള്ളത്തിൽ നേരത്തെ ഇട്ട് വെച്ചിരുന്നായിരുന്നു, അതും ഊറ്റി വെച്ചു. സെറ്റ്. പിന്നെ വെള്ളം തിളച്ചപ്പോൾ അരി ഇട്ടു. ഞാൻ ഉണ്ടാക്കാന്നാ പറഞ്ഞിട്ടോ, പക്ഷേ എന്നെയും കൊണ്ടാവില്ല. കാരണം എന്താ അറിയോ, ഇവള് അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ആക്കിയതിന് ശേഷം ഞങ്ങൾ കുളിക്കാൻ പോയി. കുളിച്ച് വന്നപ്പോൾ ദേ ചോറ് സെറ്റായിരുന്നു. പാതി വേവിൽ അമ്മ ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വറവൊക്കെ അമ്മ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ചിക്കനും എന്ത് പറഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. സെറ്റ് ദമ്മിടാനുള്ള പരിപാടിയാണ്. ദമ്മിടാനുള്ള പരിപാടി തുടങ്ങി കേട്ടോ. ഞങ്ങൾ ഞങ്ങൾ നോക്കി നിൽക്കാനേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. എല്ലാം റെഡിയാക്കി കൊടുക്കാനേ എന്നെയും കൊണ്ട് പറ്റുള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ ഇവള് അതിനൊന്നും സമ്മതിക്കില്ല, പ്രത്യേകിച്ച് ഒരാൾ ഉണ്ടാവുമ്പോൾ. ഇല്ലെങ്കിൽ പിന്നെയോളൊക്കെ അങ്ങനെ ഞാനും ഇങ്ങനെ കുറേയൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ കുറ്റം കുറവൊക്കെ ഇനി കഴിക്കുന്നവർ പറയുന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോരുക. അപ്പോൾ അതാ ഞങ്ങൾ പുറത്ത് വന്നപ്പോൾ അതേ ഓളെ കൂട്ടുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി അടുക്കളയിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. ഇനി കുറച്ച് പുറത്ത് പണിയുണ്ട്, തുടയ്ക്കാനും അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അവളവിടെ നിർത്തിയിട്ട് ഞാൻ നേരെ ആ പണിയിലേക്ക് കടന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അവൾ കാക്കും കുട്ടിയും കൂടി തല മുട്ടി കരഞ്ഞു. ആ സങ്കടത്തിൽ പാപ്പൻ്റെ കൂടെ പോയി ജ്യൂസ് മേടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞപ്പോൾ ഉറക്കം വന്നു. ഞാൻ അവളെ ഉറക്കി കൊടുത്തു. പാവല്ലേ, ഉറങ്ങട്ടെ. കുറേ കഴിഞ്ഞപ്പോൾ ഏട്ടന് കുറേ നേരം വെയിറ്റ് ചെയ്തു. പക്ഷേ ഏട്ടൻ വരുന്നത് കാണാനില്ല. എനിക്കാണ് വിശപ്പ് സഹിക്കാൻ വയ്യ. ഒന്നാമത് എന്താ ഇവിടെ ദമ്മിട്ട് വെച്ചിരിക്കുന്ന ബിരിയാണി കണ്ടിട്ട് ആരെങ്കിലും ഇരുന്ന് വെയിറ്റ് ചെയ്യുമോ? ഒന്നും നോക്കിയില്ല. അമ്മേനോട് ദമ്മ് പൊട്ടിക്കാൻ പറഞ്ഞു. ദമ്മ് പൊട്ടിച്ചിട്ട് നന്നായിട്ട് ഇളക്കുന്നു. അമ്മ പറയുന്നു ചിക്കൻ പീസൊന്നും കാണുന്നില്ല, എവിടെ പോയി? താഴെ ഓട്ടയെങ്ങാനുണ്ടോ പോവാൻ? സംഭവം വേറെ ഒന്നുമല്ല, ദമ്മ് ബിരിയാണിയല്ലേ, എവിടെ ചിക്കൻ കാണുന്നത്? എല്ലാം അങ്ങ് ഉടഞ്ഞ് സെറ്റായെന്ന് പറഞ്ഞില്ലേ. വേവൊന്നും ഏറിയുന്നില്ല. പക്ഷെങ്കിൽ ചിക്കൻ അങ്ങനെ കറക്റ്റായിട്ടൊന്നും കിട്ടിയിരുന്നില്ല, പീസൊക്കെ ആയിട്ടാണ് കിട്ടിയത് കേട്ടോ. എന്നാലും അടിപൊളി ബിരിയാണി ആയിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടമായി. കഴിച്ചവരും അതുപോലെ അഭിപ്രായം പറഞ്ഞു. അവസാനം അവൾ എണീറ്റിട്ട് ഞാൻ അവൾക്ക് ഫുഡ് കൊടുത്തു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആരും ഇതൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുടുംബശ്രീക്കുള്ള ചേച്ചിമാരൊക്കെ പോണത് കേട്ടോ. അപ്പോഴാണ് എനിക്ക് അമ്മ പോകുന്നില്ലെന്നുള്ള ഓർമ്മ. അപ്പോൾ അമ്മേനെ വിളിച്ചുണർത്തി. അമ്മ ഉറങ്ങായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവൾക്കും കൊടുത്തിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒന്ന് പുറത്ത് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ. അപ്പം ശരി, ടാറ്റാ, ബൈ ബൈ.